വീടിൻ്റെ മുറ്റത്ത് ഇതേപോലെ വെള്ളം കണ്ടിട്ട് 2018 കേട്ടോ. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളം കയറി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഗുരുവായൂർ വരെ പോകേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്ന് മാത്രം ഞങ്ങൾ കാർ എടുത്തിട്ട് പോയി. ടൂ വീലർ എടുത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയെന്ന് അറിയാമെങ്കിലും കാർ എടുത്ത് പോയി. പക്ഷെ ഇങ്ങനെ പെടുമെന്ന് വിചാരിച്ചില്ല. ചാവക്കാട് നിന്ന് ഗുരുവായൂർ വരെ 3/4 മണിക്കൂർ എടുത്തു. അവിടുന്ന് എളുപ്പവഴിക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു വഴി കൂടെ പോയതാണ്. പക്ഷെ അവിടെ ശരിക്കും എന്താ പറയുക, നമുക്ക് ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര ടെൻഷൻ അടിച്ച ഒരു സമയമായിരുന്നു. ആ ഒരു എന്താ പറയുക, പുഴ പോലെയായിരുന്നു ശരിക്കും വെള്ളം അങ്ങോട്ട് ഒഴുകിയിരുന്നത് കേട്ടോ. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇതേപോലെ പാലം ഇട്ടുള്ള ഒരു വീട്ടിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ടുള്ള പാലം പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നമ്മൾ കയറട്ടെ എന്ന് ചോദിച്ചു. അവർ ചോദിക്കാണ്ട് മുൻപ് തന്നെ ആ ചേച്ചി പറഞ്ഞു വേഗം കയറുന്നു പറഞ്ഞു. നമ്മുടെ വണ്ടിയുടെ വരവ് കണ്ടപ്പോൾ തന്നെ അവർക്ക് പേടിയായി. അതേപോലെ കൺട്രോൾ വിട്ട് പോയിട്ട് ആ വണ്ടി പോയായിരുന്നു. അവിടെ കയറി ചെന്ന് അപ്പോഴേക്കും പുകയൊക്കെ പോകണ്ടായിരുന്നു വണ്ടിയിൽ നിന്നിട്ടാണ്. വേഗം തന്നെ ഡോറൊക്കെ തുറന്നിട്ടു. വെള്ളം കയറിയതൊക്കെ പുറത്തേക്ക് ക്ലീനാക്കി വണ്ടി കുറേ നേരം ഓണാക്കി ഇട്ടു. ശരിക്കും പേടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അവരുടെ വീടിന് ഫ്രണ്ടിൽ പുഴ പോലെയാണ് വെള്ളം പോയായിരുന്നു കേട്ടോ. മഴ ഒതുങ്ങിയെങ്കിലും വെള്ളം കൂടി വരുമായിരുന്നു എല്ലാ ഭാഗത്തുനിന്നും. കാരണം ഇതേപോലെ നമ്മുടെ പാവറട്ടി, അതേപോലെ ചാവക്കാട്, പഞ്ചാലമുക്ക്, ഗുരുവായൂർ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയൊക്കെയായിരുന്നു കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാ യാത്രക്കാർക്കും പോകാൻ. കുറേ പേരുടെ വണ്ടികളൊക്കെ ഓഫായി അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കണുണ്ട്. നമുക്ക് ടെൻഷനാവും അവരെ വണ്ടിയൊക്കെ കിടക്കുമ്പോൾ. അങ്ങനെ കാറൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ട് നമ്മൾ ഒരു ചേച്ചി ഹെൽപ്പ് ചെയ്തു കേട്ടോ. മാമ ബസാറിലേക്ക് കയറാനുള്ള ഒരു വഴി പറഞ്ഞു തന്നു. അതിൽ കൂടെ പോയി ഞങ്ങൾ പിന്നെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. പിന്നെ പഞ്ചാലമൊക്കെ എത്തുമ്പോൾ വീണ്ടും ബ്ലോക്കാണ് കേട്ടോ. അവിടെയൊക്കെ വെള്ളം നിറഞ്ഞേക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സേഫായിട്ട് ബസ്സിൽ തന്നെ കയറി വന്നു. നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല. അങ്ങനെ വണ്ടി ആ വീട്ടിൽ കയറ്റിയിട്ടേക്കാണ്, ആ ചേച്ചിയുടെ വീട്ടിൽ. അതിന് ചാവക്കാട് എത്തിയപ്പോഴും ഫുൾ വെള്ളം തന്നെ. എല്ലാ വണ്ടികളും ഇങ്ങനെ ഓഫായിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ നടന്ന് നീങ്ങി. ഓരോരുത്തരൊക്കെ വണ്ടി ഉന്തി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി എങ്ങനെ അവസ്ഥ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലെത്തി.